നിങ്ങൾ ഒരു പാറ്റേൺ മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പം നെഹ്റു ഉണ്ടെങ്കിൽ, ഇന്ദിരാഗാന്ധി ഉള്ളപ്പോൾ, പിന്നെ മറ്റ് പ്രധാനമന്ത്രിമാരുള്ളപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ ആ പ്രധാനമന്ത്രിമാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടത്തിയിരുന്നത്, അല്ലേ? നിങ്ങളെടുത്ത് അത് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത നമ്മളുടെ ഇദ്ദേഹമല്ലേ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കുഞ്ഞാമൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം ഒരാഴ്ച മുമ്പറ്റാണത്. ഒരിക്കലും നരേന്ദ്രമോദിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല എന്ന്. പ്രൈം മിനിസ്റ്റർ എന്ന് പറയില്ല, മോദി എന്ന് പറയില്ല, മോദി എന്ന് പേഴ്സണലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പറയില്ല. അദ്ദേഹം ആദ്യം ഉപയോഗിച്ചിരുന്നത് സംഘപരിവാർ, BJP എന്ന് പോലും ആദ്യം ഉപയോഗിച്ചത് സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയായിട്ടാണ്. 2 പിന്നെ വന്ന് അത് നിവൃത്തിയില്ലാതെ വന്നിട്ട് മോദി എന്ന് ചുരുക്കം ചിലയിടത്ത് പറയേണ്ടി വന്നിട്ടുള്ളത് ഇദ്ദേഹം വന്നിട്ട് ഇങ്ങോട്ട് പ്രസംഗിച്ചതിന് ശേഷം എന്നിട്ടും അത് മോദി എന്ന് പറഞ്ഞിട്ട് ഇതില്ല. അത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ബന്ധം വ്യക്തിപരമായിട്ട് ഇതുണ്ട്. എന്തുകൊണ്ടാണ് ബെഹ്റ ഇവിടെ DGP ആയതും ഇപ്പോൾ ഇതിൻ്റെ ഇതായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ധാരണ? അദ്ദേഹം അവിടെ പോയി വന്ന് കണ്ടിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഒരു നിയമന ഉത്തരവ്, പല നിയമന ഉത്തരവുകളിലും ഒന്ന് ഇതാണ്, ബെഹ്റയുടെ ഇതാണ്. അത് ആക്കാൻ ബെഹ്റ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ അങ്ങോട്ട് എടുക്കാനാണ് മോദി പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് അന്ന് നമ്മളുടെ സെൻകുമാർ ആയിരുന്നു ഇത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ വേറെ ഒരു ഇതിലേക്ക് മാറ്റി ബെഹ്റയെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതിനെ അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തു, കേസ് പോയിട്ട് അത് വെച്ചു, ബെഹ്റയെ വെച്ചു. പക്ഷേ ഇവരുടെ ട്രിബ്യൂണലിൻ്റെ വിധി വന്നപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വന്നു. ഇംപ്ലിമെൻ്റ് ചെയ്ത് അദ്ദേഹം കുറച്ച് ദിവസമേ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങേര് പോയി. അപ്പോൾ അതൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. CAAക്കുള്ളത് ആത്മാർത്ഥമില്ലാത്ത ഒരു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലെ 2ാം ഘട്ടം നമ്മുടെ നിയമസഭ 2021 നിയമസഭ തിരഞ്ഞെടുപ്പ് കാണുമ്പം കേരളത്തിൽ നിന്ന് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ഇല്ലാത്ത ISROയിലെ ഒരു പ്രമുഖ സയൻറ്റിസ്റ്റ്, അതുപോലെയുള്ള പ്രമുഖരായ ഏതാനും മുസ്ലിം ഇൻ്റലക്ച്വൽസ് എന്ന് വിളിക്കാം നമുക്ക്. ആ ഇൻ്റലക്ച്വൽസ് സീതാറാം യെച്ചൂരി തൊട്ടുള്ള PB മെമ്പർമാർക്കും പിണറായി വിജയനും ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ആക്ടിംഗ് സ്റ്റേറ്റ് സെക്രട്ടറി വിജയരാഘവൻ, അതിന് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ പ്രീണനത്തിനനുസരിച്ച് കൊണ്ടുള്ള CPMൽ നിന്ന് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ഒരിക്കലും വരാത്ത ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തിരുത്തണം, ഇത് വളരെ തെറ്റാണ്. എനിക്ക് അവരൊരു കോപ്പി അയച്ചിരുന്നു. അല്ലാതെ ഞാനിത് എവിടുന്ന് കിട്ടാൻ. ഞാൻ ഇത് നോക്കിയതിന് ശേഷം ഞാൻ പിന്നീട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിൽ നിന്ന് ആരെടുത്തെങ്കിൽ റെസ്പോൺസ് കിട്ടിയ നമുക്കെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരാളും ഇൻക്ലൂഡിങ് സീതാറാം യെച്ചൂരി ഇവർക്ക് ഇതയച്ചില്ല. അതിലത്തെ അവർ പറയുന്ന ആ വിമർശനങ്ങൾ നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ ഇദ്ദേഹം ഇത് പറയണ
അതായത് മോദി പറയുന്നതിനെ അപ്പടി ഇതാവാതെ അതിനെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് മുസ്ലിം മൈനോറിറ്റിക്ക് ചെയ്തപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഇയാളെ കുഞ്ഞാലിക്കുട്ടി ആണല്ലോ ഇനി പിന്നെ UDFൻ്റെ അത് തന്നെയാണല്ലോ പിന്നെ ഇവരുടെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രതിഫലിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് ചിലപ്പം ഇദ്ദേഹം തന്നെയായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത്ര ബുദ്ധി ഇവിടുത്തെ BJP സുരേന്ദ്രനും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ഓട്ടെ, എനിക്കെന്തും വിരോധം ഉണ്ടായിട്ടാണെന്നൊന്നും വിചാരിക്കണം. ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഞാനൊരു വലിയ തെറ്റോ ശരിയോ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ EMSൻ്റെ ജീവചരിത്രം എഴുതിയ ആളാണ്. അത് ഒരു കത്ത് കിടപ്പുണ്ട് ഇവിടെ നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയിൽ. എൻ്റെ ജീവചരിത്രം എഴുതുന്നതിന് വേണ്ടിയാണ് ദേശാമാനിയുടെ ഡൽഹി ലേഖനായ എന്നെ അവിടെ പാസ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അത് അനുവദിക്കണം പറഞ്ഞിട്ട് EMS ഒരു കത്ത് അയച്ചതിൻ്റെ പേരിലാണ് എനിക്ക് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു അതോറിറ്റി ഉണ്ട്. കാരണം ഞാനാണ് അത് ഇപ്പോഴും അവിടെ മോദി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആ കത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഗവൺമെൻറ് ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. അതിപ്പം പറയാനില്ല അത് കാര്യം എന്താണ്. അത് വന്നപ്പോഴാണ് എനിക്ക് ഇത് ഈ EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയല്ല ഈ ഗവൺമെൻറ് എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്തു. ഇത്രയേ ഉള്ളൂ. നിർദ്ദേശമല്ല, ഒരു വിലയിരുത്തൽ, വെച്ച് പൊറുപ്പിക്കലല്ല. അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പാർട്ടിയായിട്ട് ജനസംഘം ഇല്ലാതായല്ലോ. ജനതാ പാർട്ടി വന്നതോടുകൂടി BJP രൂപീകരിച്ചു. അപ്പോൾ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയുടെ പാർട്ടി വരുന്നു. ഈ പാർട്ടി വരുന്നത് പഴയതുപോലെ ഒരു പുതിയ ഇന്ത്യൻ സാഹചര്യത്തിലാണ്. ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയാത്തൊരിതിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഭൂരിപക്ഷ ഇതെന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ ആ ഹിന്ദുക്കളുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് വളർന്നു വരും. അത് വളർന്നു വരുന്നത് എന്നെ എളുപ്പമാക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടികളെ ഇടതുപക്ഷ പാർട്ടികൾ കൂടെ നിർത്താതിരിക്കണം. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മുസ്ലിം പ്രീണനം വല്ലാതെ ഉണ്ടെന്ന് പാർട്ടിക്കൊരു വിമർശനമുണ്ട്. അപ്പോൾ CPM മുസ്ലിം ഇത് ഏറെ ഉണ്ടെന്ന് ഒക്കെ ആളുകൾ പറയുന്നുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, മുസ്ലിം പ്രീണനത്തിൻ്റെ കഥയല്ല ഞാൻ പറഞ്ഞത്.